അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി വസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മെ ഖൈറിലാക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞാൽ, കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിയാൽ ആ കണ്ണീരിന് വലിയ പവറുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ അദാബിനെ പേടിച്ചുകൊണ്ട്, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഓർത്തുകൊണ്ട്, അങ്ങനെ അള്ളാഹുവിൻ്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണീരിന് വലിയ പവറുണ്ട് എന്ന് ഹബീബായ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ കണ്ണീരിൻ്റെ പവർ? ഒരാൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞാൽ, ആ കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കിയാൽ നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. ഏതുവരെ നരകത്തിൽ പ്രവേശിക്കുകയില്ല? പശുവിൻ്റെ പാല് കറന്നെടുത്തു, വീണ്ടും അത് അകിടിലേക്ക് തന്നെ മടങ്ങിപ്പോകാത്ത കാലത്തോളം ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. ആ വിഷയം സംഭവിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് മടങ്ങിപ്പോകാത്ത കാലത്തോളം എന്നാണ് ഹബീബായ മുത്തനബി പഠിപ്പിച്ചത്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കിയാൽ ആ കണ്ണീര് കാരണം, ആ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിയ കണ്ണീരിൻ്റെ പവർ കൊണ്ട് അവൻ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചതായി നമുക്ക് കാണാം. മാത്രമല്ല, അങ്ങനെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ, അങ്ങനെ കരഞ്ഞവനിക്ക് അള്ളാഹു അർശിൻ്റെ നിഴലിട്ട് കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി പഠിപ്പിച്ചതായും നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.